ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ശാരീരിക വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് സജ്ജമായി. അത്യാധുനിക സൌകര്യത്തോടെ ഒരുക്കിയ ലിഫ്റ്റ് തുറന്നതോടെ വിദ്യാർത്ഥികളോടൊപ്പം പൊതുജനങ്ങൾക്കും ആശ്വാസകരമായിരിക്കുകയാണ്. എന്ത് സൌകര്യങ്ങൾ വന്നാലും മോടി കുറയും മുമ്പേ അപ്രത്യക്ഷമാകുന്ന മെഡിക്കൽ കോളേജിൽ ഈ ലിഫ്റ്റെങ്കിലും ദീർഘനാൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. ഗവൺമെന്റ് കരാറുകാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കരാറുകാർ ടെൻഡറുകൾ ബഹിഷ്കരിക്കുന്നു. ബാങ്കിംഗ് മേഖലയിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ ലോകത്താകമാനം വികസിച്ചുവരുന്ന നയപരമായ പുതിയ മാറ്റത്തിന്റെ സൃഷ്ടിയെന്ന് MP രാജേഷ് MP. കേരളത്തിലെ ചെറുകിട വ്യവസായം നിശബ്ദ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. റൈസ് ഇൻ കേരളയ്ക്ക് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. ബാങ്കിംഗ് മേഖലയിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ അത് ലോകത്താകമാനം വികസിച്ചു വരുന്ന നയപരമായ പുതിയ മാറ്റത്തിന്റെ സൃഷ്ടിയാണെന്ന് MP രാജേഷ് MP പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ ത്രൈവാർഷിക ജനറൽ കൌൺസിലിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ദിവസമായി കോഴിക്കോട് വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ ത്രൈവാർഷിക ജനറൽ കൌൺസിൽ യോഗം സമാപിച്ചു. കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം MP രാജേഷ് MP ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് മേഖലയിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ അത് ലോകത്താകമാനം വികസിച്ചു വരുന്ന നയപരമായ പുതിയ മാറ്റത്തിന്റെ സൃഷ്ടിയാണെന്നും ഇന്ന് അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും MP രാജേഷ് MP പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായതും അതോടൊപ്പം അരാഷ്ട്രീയവുമല്ലാത്ത ഒരു ഐക്യം എല്ലാ മേഖലകളിലും തൊഴിലാളികൾക്കിടയിൽ വളർന്നു വരേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണിയെടുക്കുന്നവർക്കിടയിലെ ഐക്യത്തെ അനിവാര്യമാക്കി തീർക്കുന്നത് ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായ എന്നാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരൈക്യം തൊഴിലാളികൾക്കിടയിൽ, ജീവനക്കാർക്കിടയിൽ, എല്ലാ മേഖലയിലും പണിയെടുക്കുന്നവർക്കിടയിൽ, ശാരീരിക അധ്വാനം മുതൽ ബൗദ്ധിക അധ്വാനത്തിൽ വരെ ഏർപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകൾക്കിടയിൽ വളർന്നു വരേണ്ട ഒരു വളരെ പ്രാധാന്യമുള്ള സാഹചര്യമാണിത്. അത് വളർന്നു വരുന്നൊരു സാഹചര്യം. സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് ഫിലിപ്പ് കോശി, ജനറൽ സെക്രട്ടറി MV ജയകുമാർ, വിവിധ സർക്കിൾ യൂണിയൻ നേതാക്കളായ KM ഷിയാനി, KN പ്രസാദ്, സിദ്ധാർത്ഥ ഖാൻ, PVSR ശർമ്മ, സ്വാഗത സംഘം ജനറൽ കൺവീനർ M രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് കരാറുകാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് കരാറുകാർ ടെൻഡറുകൾ ബഹിഷ്കരിക്കുമെന്ന് സംയുക്ത സമരസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 1 മുഴുവൻ കരാറുകാരെയും പങ്കെടുപ്പിച്ച് കൺവെൻഷൻ നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ സിമന്റ് ഉൾപ്പെടെ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില 3 ഇരട്ടിയോളം വർദ്ധിച്ചിട്ടും സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകാർ കേരള PWD 2012 ഷെഡ്യൂൾ നിരക്ക് പ്രകാരമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ഈ നിരക്ക് പുതുക്കാത്ത പക്ഷം ലോക്കൽ മാർക്കറ്റ് നിരക്കിന് തുല്യമായി എസ്റ്റിമേറ്റ് പുതുക്കുകയോ തുല്യമായ ടെൻഡർ എക്സസ് അനുവദിക്കുകയോ ചെയ്യുക, ടാറിന്റെ അധിക വില ഉൾപ്പെടെ മുഴുവൻ കുടിശ്ശികയും എത്രയും പെട്ടെന്ന് തന്നു തീർക്കാനുള്ള നടപടി സ്വീകരിക്കുക, പ്രവർത്തികൾക്ക് ആവശ്യമായ മെറ്റീരിയലുകൾ സർക്കാർ ലഭ്യമാക്കുക, അത്തരം സാഹചര്യത്തിൽ എഗ്രിമെന്റ് കാലാവധി പിഴ ഈടാക്കാതെ നീട്ടിത്തരുക, പഞ്ചായത്തിൽ പ്രവൃത്തി ഏറ്റെടുക്കുന്ന ചെറുകിട കരാറുകാർക്ക് പലർക്കും ആവശ്യമായ ജീവനക്കാരോ കമ്പ്യൂട്ടറോ ഇല്ലാത്തതിനാൽ ഈ ടെൻഡറിംഗ് 25 ലക്ഷത്തിന് മുകളിൽ വരുന്ന പ്രവൃത്തികൾക്ക് മാത്രമാക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ടെൻഡർ ബഹിഷ്കരണം നടത്താനാണ് ഗവൺമെന്റ് കരാറുകാരുടെ സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ വകുപ്പ് മന്ത്രിമാർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഒക്ടോബർ 1 ബുധനാഴ്ച കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ജില്ലയിലെ മുഴുവൻ കരാറുകാരെയും പങ്കെടുപ്പിച്ച് കൺവെൻഷൻ നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു.
കേരളത്തിലെ ചെറുകിട വ്യവസായം നിശബ്ദ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരള ചെറുകിട വ്യവസായ അസോസിയേഷന്റെ റൈസിംഗ് കേരള വ്യവസായ സംരംഭക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ വിഭവശേഷി വികസനത്തിനായി സംരംഭകത്വം വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന റൈസിംഗ് കേരളയ്ക്ക് ഉജ്ജ്വല തുടക്കം. ഹോട്ടൽ താജ് ഗേറ്റ്വേയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ചെറുകിട വ്യവസായങ്ങൾ വികസനത്തിന് നിശബ്ദ വിപ്ലവമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാര വ്യവസായ രംഗത്തെ കിടമത്സരത്തെ അതിജീവിക്കാൻ ഗുണമേന്മയും സാങ്കേതിക വിദ്യയുടെ പ്രായോഗികവൽക്കരണവും അത്യാവശ്യമാണ്. ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിഭവങ്ങളും സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തിയാൽ വ്യവസായ വളർച്ചാ നിരക്കിൽ ലോകത്തെ ഒന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായ പ്രദർശനങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നതിനായി കോഴിക്കോട് ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങണമെന്ന ആവശ്യം സാധ്യതകൾ പരിശോധിച്ച് പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായിരുന്നു. FDDC പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ, ഇൻഡസ്ട്രിയൽ അഡീഷണൽ ഡയറക്ടർ സുധീർ, ജനറൽ കൺവീനർ V നൌഷാദ്, കോഴിക്കോട് IIM അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജി ഗോപിനാഥ്, KSSIA ജില്ലാ പ്രസിഡന്റ് MA അബ്ദുറഹിമാൻ, സംഘടക സമിതി ചെയർമാൻ M ഖാലിദ്, KSSIA ജില്ലാ പ്രസിഡന്റ് MA അബ്ദുറഹിമാൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രീസ്, ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കാലിക്കറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് 2 മാസം നീണ്ടു നിൽക്കുന്ന റൈസിംഗ് കേരള സംഘടിപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി പണിത ലിഫ്റ്റ് തുറന്നുകൊടുത്തു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രവീന്ദ്രനാണ് ലിഫ്റ്റ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി തുറന്നുകൊടുത്തത്. ദീർഘകാലമായി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ലിഫ്റ്റ് എന്ന ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുന്നത്. ദീർഘകാലമായി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ലിഫ്റ്റ് എന്ന ആവശ്യം യാഥാർത്ഥ്യമായി. കണ്ണൂരിൽ രാഷ്ട്രീയ അക്രമത്തിൽ പരിക്കേറ്റ് കാല് നഷ്ടമായ ഹസ്നയുടെ ദുരിതം മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ലിഫ്റ്റ് നിർമ്മിച്ചത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ ലിഫ്റ്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ രവീന്ദ്രൻ തുറന്നുകൊടുത്തു. 20 പേർക്ക് കയറാവുന്ന അത്യാധുനിക സൌകര്യത്തോടെയാണ് ലിഫ്റ്റ് നിർമ്മിച്ചത്. 36 ലക്ഷം രൂപ ചെലവിൽ PWD 6 മാസം കൊണ്ടാണ് നിർമ്മിച്ചത്. ചടങ്ങിൽ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരായ ജയരാജൻ, അയൂബ്, അനാട്ടമി വിഭാഗം ഹെഡ് ഡോക്ടർ അരവിന്ദാക്ഷൻ തുടങ്ങിയവരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. സഹകരണ ബാങ്ക് അടുത്ത വർഷം കാർഷിക മേഖലയ്ക്ക് പിന്തുണ നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ജയ ഓഡിറ്റോറിയത്തിൽ ചേർന്നു. ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കാർഷിക മേഖലയ്ക്ക് പിന്തുണ നൽകുന്ന പദ്ധതികളാണ് ബാങ്ക് അടുത്ത വർഷം ആവിഷ്കരിക്കുകയെന്ന് യോഗം തീരുമാനിച്ചു. ബാങ്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് I മൂസ, ജനറൽ മാനേജർ അബ്ദുൽ മുജീബ്, ബാങ്ക് ഡയറക്ടർമാരായ N സുബ്രഹ്മണ്യൻ, K ഖാദർ മാസ്റ്റർ, PM തോമസ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ സിറ്റി കമ്മിറ്റികളുടെയും സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച സഹപ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. ജില്ലാ പോലീസ് മേധാവി AV ജോർജ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു.
കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി കമ്മിറ്റികളുടെയും കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. നടക്കാവ് SI വി മുരളീധരൻ, ASI രമേശൻ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പോലീസ് ക്ലബ്ബിൽ KPA ജില്ലാ പ്രസിഡന്റ് C വിനായകന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത്. ജില്ലാ പോലീസ് മേധാവി AV ജോർജ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ജനങ്ങളെ സ്നേഹിച്ചും രണ്ട് മഹാകൃത്യങ്ങളൊക്കെ ആദ്യമായി എല്ലാവിധ അനുഗ്രഹങ്ങളും നേരും. മുരളിയെ സംബന്ധിച്ച് ഞങ്ങളുടെ അറിയാം, രമേശിനെ അറിയാം. രണ്ടുപേരും വളരെ നല്ല വ്യക്തികളുടെ ഉടമയാണ്. നല്ല പെരുമാറ്റമുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ആദരവ് പിടിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ ധീരജ് കുമാർ, ACP PM പ്രദീപ്, DYSP TK സുരേഷ്, മൊയ്തീൻകുട്ടി, KPOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഷാഹുൽ ഹമീദ്, നടക്കാവ് CI മൂസ വള്ളിക്കാടൻ, KPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT ശശിധരൻ, E ജയരാജൻ, PK ബാലസുബ്രഹ്മണ്യൻ, K ശരത് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള ഹിന്ദി പ്രചാര സഭ ശാഖാ കാര്യാലയം കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഹിന്ദി പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനം ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഓഫീസർ ശിവാംബിക ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പുരസ്കാര പ്രമാണപത്ര വിതരണവും നടന്നു. കേരള ഹിന്ദി പ്രചാര സഭ ശാഖാ കാര്യാലയം കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഹിന്ദി പക്ഷാചരണ സമാപന സമ്മേളനവും പുരസ്കാര പ്രമാണപത്ര വിതരണവും നടന്നു. തളി കേന്ദ്രീയ ഹിന്ദി മഹാവിദ്യാലയം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കോഴിക്കോട് ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഓഫീസർ ശിവാംബിക ഉദ്ഘാടനം ചെയ്തു. അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ, നമ്മുടെ രാഷ്ട്രഭാഷയെ അദ്ദേഹം എത്രമാത്രം സ്നേഹിക്കുന്നു, അതിന്റെ ആ അഭിമാനം അതിനെ എടുത്തു കാണിക്കുന്നതാണ്. ശരിക്കും ഹിന്ദിയിൽ അദ്ദേഹം എല്ലാ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടല്ല, ഇംഗ്ലീഷിൽ പിന്നെ സംസാരിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട്. കനറ ബാങ്ക് സർക്കിൾ ഓഫീസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ K ഹരിഹരൻ പുരസ്കാര സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സാമൂതിരി രാജയുടെ പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മ അധ്യക്ഷം വഹിച്ചു. കഥാകൃത്ത് ഐസക് ഈപ്പൻ, ഡോക്ടർ R സേതുനാഥ്, കേരള ഹിന്ദി പ്രചാര സഭ ഓർഗനൈസർ NP മോഹനൻ, VK ബാലകൃഷ്ണൻ, C ദയ, N വിനു ഒടുംബ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഓഫ് ഡെഫ് സംഘടിപ്പിച്ച ബദിര ദിനാഘോഷം ടൌൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അടുത്ത അധ്യയന വർഷം മുതൽ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ടായിട്ടും അവസരം ലഭ്യമല്ലാത്തതിനാൽ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡിസ്ട്രിക്ട് അസോസിയേഷൻ ഓഫ് ഡെഫ് സംഘടിപ്പിച്ച ബദിര ദിനാഘോഷം ടൌൺഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ ആർക്കും ശ്രവണ സംസാര സഹായ ഉപകരണങ്ങൾ ലഭ്യമാകാതെ പോകരുതെന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. കേൾവി സംസാര പ്രശ്നങ്ങൾ കണ്ടെത്തി സർക്കാർ ചെലവിൽ ശസ്ത്രക്രിയയും സ്പീച്ച് തെറാപ്പിയും നടത്തി സാധാരണ ജീവിതത്തിലെത്തിക്കാനാകണം. ബദിരരുടെ ജോലിക്കാര്യത്തിൽ PSC എടുത്ത നിലപാട് തിരുത്താൻ അധികൃതരുമായി സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിനും അവകാശമുണ്ട്. അവർക്ക് അതിനുള്ള സൗകര്യം ഗവൺമെന്റ് അടുത്ത വിദ്യാഭ്യാസ വർഷം മുതൽ നടപ്പിലാക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പുരുഷൻ കടലുണ്ടി MLA ബദിരദിന സന്ദേശം നൽകി. KDAD ചെയർമാൻ PV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് KC അബു, PK മാമുക്കോയ, P രാജീവ് കുമാർ, MK അബ്ദുൾ റസാഖ്, P അബ്ദുൾ നാസർ, സിസ്റ്റർ വിക്ടോറിയ, KDAD പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാർ മല്ലിശ്ശേരി, ജനറൽ സെക്രട്ടറി VA യൂസഫ്, V കൃഷ്ണൻകുട്ടി, സന്ദീപ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാവൂരിലെ വ്യവസായ ഭൂമിയിൽ ഉടൻ വ്യവസായങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇതിനുള്ള ചർച്ചകൾ നടന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാവൂർ ഗ്രാസ്യം ഭൂമിയിൽ ബിർള ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള നടപടി അന്തിമഘട്ടത്തിലാണെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇത് സംബന്ധിച്ച് ബിർള ഗ്രൂപ്പ് അധികൃതരുമായി മുഖ്യമന്ത്രിയും താനും മുംബൈയിൽ ചർച്ച നടത്തിയതായും അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2002 ഗ്രാസ്യം ഫാക്ടറി അടച്ചുപൂട്ടിയ ശേഷം ഉപയോഗശൂന്യമായി കിടക്കുന്ന 316 ഏക്കർ ഭൂമിയിൽ പുതിയ വ്യവസായം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ്.
ഇതേ തുടർന്ന് സർക്കാർ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ശേഷം ബിർള ഗ്രൂപ്പ് നിരവധി വ്യവസായ പദ്ധതികൾ സർക്കാരിന് സമർപ്പിച്ചെങ്കിലും തൊഴിൽ സാധ്യത കുറവായതിനാൽ അവയെല്ലാം സർക്കാർ നിരസിക്കുകയായിരുന്നു. തൊഴിൽ സാധ്യതയുള്ള പദ്ധതികൾ സംബന്ധിച്ച് ബിർള ഗ്രൂപ്പുമായി ചർച്ച നടത്തി. അത്ര തൊഴിലവസരങ്ങളും മറ്റ് എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ഉണ്ടാവണം. അതാണ് കണ്ടീഷൻ. വേറെ കണ്ടീഷനൊന്നുമില്ല. നല്ല കേരളത്തിന്റെ സമ്പദ്ഘടനക്ക് ഗുണം കിട്ടുന്ന, അതും പൊല്യൂട്ടിംഗ് അല്ലാത്ത, പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഒന്നും അവിടെ പറ്റില്ല. അത് ഗവൺമെന്റ് അനുവദിക്കില്ല. അത് ആ നദിക്കരയിലാണ്. അതുകൊണ്ട് വീണ്ടും പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രി സമ്മതിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് അനുയോജ്യമായ ഇൻഡസ്ട്രി, നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന, തൊഴിലവസരം ഉണ്ടാക്കുന്ന, അതായിരിക്കണം. ഒറ്റ കണ്ടീഷനുള്ളൂ, വേറെ കണ്ടീഷനൊന്നുമില്ല. അത് വന്ന ഗവൺമെന്റ് അനുവദിക്കും. അടുത്ത് തന്നെ ചർച്ച ഉണ്ടാവും. ഞങ്ങൾ ബോംബെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബാക്കി ചർച്ചകളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കിനാലൂർ എസ്റ്റേറ്റിൽ വ്യവസായം ആരംഭിക്കൽ, കുറ്റ്യാടി കോക്കനറ്റ് പാർക്ക്, കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലം പ്രവൃത്തി തുടങ്ങി നിരവധി പദ്ധതികളും സംബന്ധിച്ച് ചർച്ച നടന്നു. ഇക്കാര്യങ്ങളിലെല്ലാം വേഗതയാർന്ന നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യക്കകത്തും പുറത്തും നിർമ്മാണ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച AP ബാവ ഹാജിയുടെ സ്മരണാർത്ഥം ഹാജി AP ബാവ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് വിതരണം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുരസ്കാരം സമ്മാനിച്ചു. വ്യവസായ മേഖലയിലെ മികവിനുള്ള ചാലിയം AP ബാവ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബാവ ഹാജി അവാർഡ് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മാനിച്ചു. സ്നേഹത്തിന്റെ ഫലകം സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ചുകൊണ്ട് ബിസിനസ്സിലെ ലാഭവിഹിതം സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന വ്യവസായിയാണ് MP അഹമ്മദ് എന്നും സമൂഹത്തിന്റെ ഉന്നമനത്തിന് പ്രവർത്തിക്കുന്ന ബാവ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനുസ്മരണ സമ്മേളനം അഹമ്മദ് MP ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ AP അബ്ദുൽ കരീം ഹാജി അധ്യക്ഷം വഹിച്ചു. ഫാറൂഖ് കോളേജ് ട്രസ്റ്റിന് നിർമ്മിച്ചു നൽകുന്ന കൺവെൻഷൻ സെന്ററിന്റെ സമ്മതപത്രം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി AV കുഞ്ഞാമദിന് കൈമാറി. ET മുഹമ്മദ് ബഷീർ MP അഹമ്മദിന് ഫലകം കൈമാറി. AP അബ്ദുൽ കരീം ഹാജി പൊന്നാടി അണിയിച്ചു. MP അബ്ദുൽ സമദ് സമദാനി MLA മുഖ്യപ്രഭാഷണം നടത്തി. എളമരം കരീം MLA, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, DCC പ്രസിഡന്റ് KC അബു, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ, CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം TV ബാലൻ, ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ A മുഹമ്മദ് ഹനീഫ, ഡോക്ടർ TK അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 1985 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ വീണ്ടും ഒത്തുചേർന്നത്. പ്രധാന അധ്യാപിക GJ ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 1985 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സൌഹൃദ സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ആ കാലഘട്ടത്തിൽ സ്കൂളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന 15ഓളം അധ്യാപകരും പഠിതാക്കളായിരുന്ന 100-ലധികം വിദ്യാർത്ഥികളും സൌഹൃദ സംഗമത്തിൽ എത്തിച്ചേർന്നു. സ്വാഗത സംഘം ചെയർമാൻ N അനിൽകുമാർ അധ്യക്ഷനായ പരിപാടി GJ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടതില്. ഇങ്ങനൊരു കൂട്ടായ്മ, അതായത് 90 ബാച്ചിലെ ക്ലാസ്മേറ്റ്സ് ഇതുപോലെ അവരെ പഠിപ്പിച്ച ഗുരുക്കന്മാരെല്ലാം വിളിച്ചിട്ട് ഒരു ഇതുപോലെ അവരെ ആദരിക്കൽ ചടങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു ബാച്ചും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയല്ലോ, വളരെ സന്തോഷമുണ്ട്. ഈ കൂട്ടായ്മ എപ്പോഴും ഉണ്ടാവണം. പുഷ്പാങ്കദ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. T സുധാകരൻ, MT വാസുദേവൻ മാസ്റ്റർ, ഭാരതി ടീച്ചർ, ഇന്ദിര ടീച്ചർ, ശങ്കരൻ മാസ്റ്റർ, ഗീത ടീച്ചർ, V ബിനു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. വാർത്തകൾ തുടരുന്നു. നിർധനരായ ആളുകൾക്ക് സഹായം എത്തിക്കുവാൻ കശ്യപാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ആചാര്യ MR രാജേഷ് നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി വേദം, ഉപനിഷത്ത്, ഗീത എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. കശ്യപാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹത്തിലെ നിർധനരായ വിധവകളായ അമ്മമാർക്കും വിവാഹിതരല്ലാത്ത പാവപ്പെട്ട സ്ത്രീകൾക്കും വേണ്ടി അമ്മ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി വരികയാണ്.
സമൂഹത്തിൽ നിർധനരായ ആളുകൾക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കശ്യപാശ്രമം മറ്റൊരു പദ്ധതി കൂടി നടപ്പിലാക്കുന്നു. അതിന്റെ വിതരണോദ്ഘാടനം കശ്യപാശ്രമം കുലപതി ആചാര്യ M.R. രാജേഷ് കോഴിക്കോട് സുഗതേന്ദ്ര കല്യാണ മണ്ഡപത്തിൽ നിർവഹിച്ചു. ഇവിടെ പ്രഖ്യാപിച്ച ഈ പെൻഷൻ പദ്ധതി, അതുകൂടാതെ ഒരു വീട് നിർമ്മാണ പദ്ധതി കൂടി ആശ്രമം ഇന്ന് ഏറ്റെടുക്കുകയാണ്. ഫറൂഖ് സത്സംഗത്തിലുള്ള ആതിര എന്നവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ കാശ്യപാശ്രമത്തിന്റെ കുലപതിയായ ഗുരുനാഥൻ തീരുമാനിച്ചിരിക്കുകയാണ്. വേദഘോഷത്തോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ ആചാര്യ M.R. രാജേഷ് വേദം, ഉപനിഷത്ത്, ഗീത എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണവും നടത്തി. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ട്രസ്റ്റി വിവേക് ഡി ഷേണായ് അധ്യക്ഷം വഹിച്ചു. പെൻഷൻ പദ്ധതിയുടെ ആദ്യ വിതരണം സാരസ്വത സഭ പ്രസിഡന്റ് M. മുരളീധരൻ നിർവഹിച്ചു. 1500 ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ നൽകുന്നത്. PT വിപിൻദാസ്, T. പവിത്രൻ, K. ശ്രീധരൻ, M. പ്രമോദ്, സുരേഷ് പെരുവേൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സേവന മികവ് തെളിയിച്ച കോഴിക്കോട്ടെ കൺസൾട്ടിംഗ് എഞ്ചിനീയർമാർക്കും സിവിൽ കോൺട്രാക്ടർമാർക്കും ലെൻസ് ഫെഡിന്റെ ആദരം. മറൈൻ ഗ്രൌണ്ടിൽ ലെൻസ് ഫെഡ് സംഘടിപ്പിച്ച ബിൽഡിംഗ് എക്സ്പോയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എഞ്ചിനീയർമാരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നിർമ്മാണ മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ പ്രമുഖ വ്യക്തികൾക്ക് ലെൻസ് ഫെഡിന്റെ ആദരം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ് രമേശ് പാലേരി, ആർക്കിടെക്ട് N.M. സലീം, എഞ്ചിനീയർമാരായ TPM സാഹിർ, AK പ്രഭാശങ്കർ, കോൺട്രാക്ടർമാരായ MJ തോമസ്, PM കേളുക്കുട്ടി, MV കുഞ്ഞാമു, TNA കരീം, പഹലിഷ കള്ളിയത്ത് എന്നിവരെയാണ് ലെൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റി ആദരിച്ചത്. ബീച്ച് മെറൈൻ ഗ്രൌണ്ടിൽ നടക്കുന്ന ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോയോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവും അമിത വിലയുമാണ് പ്രധാന പ്രശ്നങ്ങൾ. കെട്ടിടത്തിന്റെ സ്ഥലം സംബന്ധിച്ചും പ്രശ്നമുണ്ട്. ഇവ പരമാവധി ലഘൂകരിക്കാൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. N.M. സലീമിന് വേണ്ടി മകൻ മുഖ്യമന്ത്രിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. PC അബ്ദുൾ റഷീദ് അധ്യക്ഷനായിരുന്നു. പുരുഷൻ കടലുണ്ടി MLA, KC അബു, C. സനീഷ് കുമാർ, KE മുഹമ്മദ്, PT അബ്ദുള്ള കോയ എന്നിവർ സംസാരിച്ചു. ഉത്തരവാദിത്ത നിർമ്മാണ രീതി എന്ന വിഷയത്തിൽ സെമിനാറുമുണ്ടായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയിലും ആസ്വാദക ഹൃദയങ്ങളിൽ സംഗീത കുളിർമ പകർന്ന് ഗാനസന്ധ്യ. സംഗീത മാധുരി പെയ്തിറങ്ങും മുൻപേ മഴ എത്തിയെങ്കിലും 8 സംഗീത സംവിധായകരും 20ഓളം ഗായകരും ചേർന്നൊരുക്കിയ ജാം ഗ്രാബ് എന്ന സംഗീത നിശ സ്വപ്നനഗരിയിൽ എത്തിയ പാട്ടുപ്രേമികളെ സംഗീത ലഹരിയിൽ ആറാടിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണത്തിനായി കൊച്ചിൻ ഹനീഫ ഫൌണ്ടേഷന്റെയും ഫെഫ്ക മ്യൂസിഷ്യൻസ് യൂണിയന്റെയും ബാനറിൽ സിനിമാ നിർമ്മാതാക്കളായ ഡീകട്സും ചേർന്നൊരുക്കിയ ജാം ഗ്രാബ് സംഗീത നിശയിൽ സംഗീത സംവിധായകരായ ജാസി ഗിഫ്റ്റ് അൽഫോൺസ്, മെജോ ജോസഫ്, ഗോപി സുന്ദർ, രാഹുൽ രാജ്, അഫ്സൽ യൂസഫ്, അനിൽ ജോൺസൺ, ബിജി ബൽ എന്നിവരുടെ ഗാനങ്ങൾക്കൊപ്പം പഴയകാല ഗാനങ്ങളും ഉൾപ്പെടുത്തിയതോടെ ജനപ്രിയ ഗാന സംഗമമായി വേദി മാറി. വിവിധ കലാരൂപങ്ങൾ അണിനിരന്ന രംഗപൂജയുടെയായിരുന്നു തുടക്കം. കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഫാസില, മക്കളായ സഫ, മർവ എന്നിവരും വേദിയിലെത്തിയിരുന്നു. കോഴിക്കോടിന്റെ അഭിമാനമായ സംഗീത സംവിധായകൻ MS ബാബുരാജ്, PK രഘുകുമാർ, ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി, നടൻ അഗസ്റ്റിൻ, തിരക്കഥാകൃത്ത് TR ഷാഹിദ് എന്നിവരുടെ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ഫെഫ്ക ചെയർമാൻ സിബി മലയിൽ ജാംഗ്രാബ് ഉദ്ഘാടനം ചെയ്തു. പുരുഷൻ കടലുണ്ടി MLA, സിനിമാ പ്രവർത്തകരായ TA റസാഖ്, PV ഗംഗാധരൻ, ലിബർട്ടി ബഷീർ, തമ്പി കണ്ണന്താനം എന്നിവരും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ഷാജൂൺ കാര്യാലാണ് ഷോയുടെ സംവിധായകൻ. ഡിസംബർ 19 ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് അടുത്ത ഷോ. ഡിജിറ്റൽ വേദിയിൽ നടന്ന ജാംഗ്രാബിൽ 3 ലക്ഷം വാട്ട്സ് സ്റ്റീരിയോഫോണിക് ശബ്ദ സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത്. വേദിയിൽ 200 ഇന്റലിജൻസ് ലൈറ്റുകളും വിന്യസിപ്പിച്ചിരുന്നു. ഓലഞ്ഞാലിക്കുരുവി ഇളങ്കാറ്റിലാടി വരുന്നേ,
വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പട്ടികജാതി പട്ടികവർഗക്കാർ എടുത്ത വായ്പകൾ എഴുതിത്തള്ളാൻ ബന്ധപ്പെട്ട സർക്കാർ നടപടി ഒക്ടോബർ 20 സ്വീകരിച്ചിട്ടില്ലെങ്കിൽ 23 തീയതി മുതൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുടിൽകെട്ടി മരണം വരെ നിരാഹാര സമരം അനുഷ്ഠിക്കുമെന്ന് SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞു. യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ 10 കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി പറഞ്ഞു. അച്ഛനമ്മമാരുടെ അസാന്നിധ്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഹാർമണി ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ ഒക്ടോബർ 1 പ്രവർത്തനം തുടങ്ങും. ആശീർവാദ് ലോൺസിൽ മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അച്ഛനമ്മമാരുടെ അസാന്നിധ്യം കുട്ടികൾക്ക് തോന്നാത്ത രീതിയിൽ അവരോടൊത്ത് ഇടപഴകാൻ പ്രത്യേകം പരിശീലനം നൽകിയിട്ടുള്ള ആയമാരും ടീച്ചർമാരും ഹാർമണിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും സാരഥികൾ പറഞ്ഞു. മുസ്ലിം ലീഗ് കല്ലിങ്ങൽ ശാഖ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിലീഫ് വിതരണവും CH അനുസ്മരണവും സംഘടിപ്പിച്ചു. ശിഹാബ് തങ്ങൾ സ്മാരക മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി കല്ലിങ്ങൽ മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രദേശത്തെ 350ഓളം കുടുംബങ്ങൾക്ക് അരിയും പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്തത്. ബേപ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KK ആലിക്കുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. M മുഹമ്മദ് കോയ, MI മുഹമ്മദ് ഹാജി, VP അബ്ദുൾ ജബ്ബാർ, P അബ്ദുറഹിമാൻ, MV ജബ്ബാർ, PV ഹനീഫ്, നൌഷാദ്, N മുഹമ്മദ് നദീർ, PV ഹുസൈൻ എന്നിവർ സംസാരിച്ചു. P അബ്ദുറഹിമാൻ അധ്യക്ഷം വഹിച്ചു. ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക ജനറൽ ബോഡി യോഗം ചേനോത്ത് UP സ്കൂളിൽ നടന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് PP ബീരാൻ ഗോയ സ്വാഗതം പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് K രാജീവ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി പ്രകാശൻ മേക്കുന്നത്ത് 2013-14 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർ V ആലി നന്ദി പറഞ്ഞു. ബേപ്പൂർ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക ജനറൽ ബോഡി യോഗം അരക്കിണർ ഗോവിന്ദവിലാസം സ്കൂളിൽ നടന്നു. സൊസൈറ്റി പ്രസിഡന്റ് അരിക്കിനാട്ട് പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി K നീനജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P മാധവദാസ്, TK അശോകൻ, AV ഗിരീഷ്, അസ്ലഫ് TP എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ ടൗൺ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം വാർഷിക ജനറൽ ബോഡി യോഗം എലന്തക്കാട്ട് UP സ്കൂളിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് KP ബഷീർ അധ്യക്ഷനായിരുന്നു. K ഷെറീന, EM വാസു, മോളി വേണുഗോപാൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവൺമെന്റ് കരാറുകാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കരാറുകാർ ടെൻഡറുകൾ ബഹിഷ്കരിക്കുന്നു. ബാങ്കിംഗ് മേഖലയിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ ലോകത്താകമാനം വികസിച്ചു വരുന്ന നയപരമായ പുതിയ മാറ്റത്തിന്റെ സൃഷ്ടിയെന്ന് MP രാജേഷ് MP. കേരളത്തിലെ ചെറുകിട വ്യവസായം നിശബ്ദ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. റൈസ് ഇൻ കേരളയ്ക്ക് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, the king of footwears.